നമസ്കാരം. പത്തനംതിട്ടയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. വീണ ജോർജും ആന്റോ ആന്റണിയും കെ സുരേന്ദ്രനും മാറ്റുരയ്ക്കുമ്പോൾ മണ്ഡലം ആര് പിടിച്ചെടുക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ അക്കമിട്ട് നിരത്തി UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പ്രചാരണത്തിൽ മുന്നേറുമ്പോൾ വിശ്വാസികളുടെ ജനകീയ പിന്തുണയുമായി തൊട്ടുപുറകെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ഉണ്ട്. അതേസമയം 10 വർഷത്തെ വികസനമില്ലായ്മയെ ചൂണ്ടിക്കാട്ടിയാണ് വീണ ജോർജ് വോട്ട് തേടുന്നത്. സിറ്റിംഗ് MLA, സിറ്റിംഗ് MP, ഒപ്പം തന്നെ BJPയുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി. ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ. പ്രതീക്ഷിച്ചതല്ലെന്നറിയാം. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നേടും. കാരണം ഈ തെരഞ്ഞെടുപ്പ് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. 10 വർഷത്തെ വികസനമില്ലായ്മയ്ക്ക് ശേഷം ഈ നാട് വോട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത 5 വർഷം നമുക്ക് ഈ കേന്ദ്ര തലത്തിൽ നിന്ന് ഇടപെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് തൊഴിലുറപ്പിൻ്റെ 1000-ലധികം കോടി രൂപയാണ് കുടിശ്ശിക ലഭിക്കാനുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നത് അവരുടെ കൂലിക്ക് വേണ്ടിയിട്ടാണ്. അത് 6 മാസം വരെ കൊടുക്കാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായിട്ടുള്ളൊരു ജനദ്രോഹകരമായിട്ടുള്ള നിലപാട്. അപ്പോൾ ഈ വിഷയങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉയർത്തുക, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനക്ഷേമകരമായി പ്രവർത്തിക്കുക, ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകുക. അങ്ങനെ കാർഷിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മലയോര കർഷകരുടെ മണ്ണാണിത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇത്രയും നാളായി ഇവിടെ ആദ്യത്തെ 5 വർഷം കോൺഗ്രസ് ഭരിച്ചു, പിന്നെ 5 വർഷം BJP ഭരിച്ചു. എന്തുകൊണ്ടാണ് റബ്ബറിനെ കാർഷിക വിള ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത്? അപ്പോൾ ഇവർ സംരക്ഷിക്കുന്നത് കർഷകരുടെ നയമല്ല, വ്യവസായങ്ങളുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട കർഷകരുടെ കഴുത്ത് ഞെരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിശ്ചയമായിട്ടും ഇടപെടും, സംസാരിക്കും, പരിഹാരമുണ്ടാക്കും. അങ്ങനെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും. വലിയൊരു ജനകീയ മുഖമായി തന്നെ തുറന്നു ചിരിച്ചുകൊണ്ടാണ് വീണ ജോർജിന്റെ പ്രചാരണം. പ്രായഭേദമന്യേ എല്ലാ വോട്ടർമാരുടെയും കൈ കവർന്ന് കുശലാന്വേഷണം നടത്തിയാണ് പ്രചാരണത്തിൽ വീണ മുന്നേറുന്നത്. ആവശ്യപ്പെടുന്നവർക്കെല്ലാം സെൽഫി എടുക്കാനുള്ള അവസരവും അവർ നൽകുന്നു. ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായി തന്നെയാണ് വീണയുടെ പ്രചാരണം. മതിലിനു മുകളിൽ താടിക്കു കൈയും കൊടുത്ത അയൽപ്പക്കക്കാരോട് കുശലം ചോദിക്കുന്ന കാഴ്ചയും വൈവിധ്യമായിരുന്നു. വീണ ജോർജിന്റെ പ്രചാരണ ദൃശ്യങ്ങളിലേക്ക്. വേനൽ ചൂടിനേക്കാട്ടിലും കടുത്ത ചൂടാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിന്. ശബരിമല വിഷയം നേരിട്ട് പ്രതിപാദിക്കുന്ന മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ട് തന്നെയായിരിക്കും വിജയം നിശ്ചയിക്കുക. അരുൺ ജയകുമാർ, മറുനാടൻ TV, പത്തനംതിട്ട.